ഫസ്റ്റ് നമ്മൾ സിറ്റ് സിറ്റ്. അസ്സലാമു നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ? നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റോക്കിനെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം നടക്കാനുള്ളൊരു ട്രെയിനിങ്. ഈ ഡോഗ് നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ പറഞ്ഞാൽ അനുസരിക്കണമെന്നില്ല. അപ്പം നമ്മൾ വെളിയിലും കൂടെ അതെങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക അതിൻ്റെ ഒരു ബിറ്റ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഉമ്മയുടെ പൂന്തോട്ടമാണ്. ഓക്കെ, അപ്പോൾ ഉമ്മ ചെയ്യുന്ന പൂന്തോട്ടവും കാര്യങ്ങളാണിത്. കുറേ റോസുകളുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല, മനസ്സിലായില്ലേ? ഇവിടെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മുട്ടത്തോട് കിട്ടും. ഈ മുട്ടത്തോട് എന്തിനാണെന്ന് പറഞ്ഞാൽ കാൽസ്യം. ഇത് ചെടികൾക്കും നല്ലതാണ്, അതുപോലെ തന്നെ കിളികൾക്കൊക്കെ നമ്മൾ കൊടുക്കും കാൽസ്യത്തിന്. കിളികൾക്ക്, കോഴികൾക്ക് എല്ലാവർക്കും കാൽസ്യത്തിന് വേണ്ടി കൊടുക്കും ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോക്കിനെ വെളിയിൽ ഒപ്പം നടത്താൻ, വെളിയിൽ പോയി കഴിഞ്ഞാലും ലീസ് ഇല്ലാണ്ട് ഒപ്പം നടത്താനുള്ളൊരു ട്രെയിനിങ് ആണ്. അതിന് നമ്മൾ സുൽത്താനെ കെട്ടാൻ പോകണം. സുൽത്താനെ നമ്മൾ രാവിലെ കെട്ടും, അവന് പുല്ല് കഴിക്കാൻ വേണ്ടി കെട്ടും. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇവരിനെയും കൂടെ കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. നമ്മുടെ ഫാമിൽ വെച്ച പുതിയ ആർച്ചാണ് കേട്ടോ ഇത് അവിടെ വെക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവിടെ ഒരു നീല കളർ പൂവുണ്ട്, ഒരു വള്ളിയിൽ ഫുള്ള് നീല കളറായിട്ടൊരു പൂവുണ്ട്. അപ്പോൾ അത് നമ്മൾ പന്തൽ പോലെ ആക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ചില്ല. ഇവിടെ വെച്ചിട്ട് പക്ഷെ അത് രണ്ടും വാടിപ്പോയി. അപ്പോൾ ഇത് നമുക്കിതിലിങ്ങനെ പന്തൽ ഉടച്ചിട്ട് പൂക്കൾ നിറയ്ക്കണം. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും ചെടികളുണ്ടോ, എങ്ങനെയാണ് വെക്കുക, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണവർ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, ഫാമിൽ തന്നെ വിരിഞ്ഞ കുറച്ച് കുട്ടികളെ കൊടുക്കാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കുറച്ച് 2 നാടൻ കുട്ടികളുണ്ട്. രണ്ട് നാടൻ കോഴിക്കുട്ടികൾ, 3 താറാവിൻ്റെ കുഞ്ഞുങ്ങൾ, പിന്നെ ഒരു ടർക്കി കുഞ്ഞ്. ഇതെല്ലാം ഇവിടെ സെറ്റായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കിട്ടും. നമ്മുടെ കൂടെ എന്താ പറയുക ഡോളി ഇരിക്കുന്നുണ്ട്, കാൻഡി ഇരിക്കുന്നുണ്ട്, എല്ലാവരും ക്ഷീണത്തിലാണ്. ഓക്കെ ഇടയിൽ കൂടെ നമ്മുടെ ജാക്കി ഉണ്ടല്ലോ, നമ്മുടെ ജാക്കിക്ക് പുതിയൊരു സ്വഭാവം വന്നിട്ട് കുത്തി കളിക്കുക. നമ്മൾ വാങ്ങിയ ആട് മാറിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇൻ്റർനാഷണൽ കുത്താണ് കേട്ടോ. ഇടിച്ച് കഴിഞ്ഞാൽ ആൾ വീഴണ കോലത്തിലുള്ള കുത്തുകളാണ് ഇപ്പോൾ കുത്തുന്നത്. ഞമ്മണ്ണ മാത്രമല്ല ബാക്കിയുള്ള ഡോഗ്സിനെ എല്ലാവരും ഇടിക്കുന്നുണ്ട്. ഇവന് നല്ല തിമിരാട്ടാ. ഇവനെല്ലാത്തിനും കുട്ടും. ഒരു പേടി എന്ന് പറഞ്ഞ സാധനമല്ല, എല്ലാത്തിൻ്റെ റോക്കിനെയൊക്കെ പോയി കുത്തി മലത്തിയിടും. ഒന്നുമില്ല ആൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും അടുപ്പിക്കാത്ത ടീമാണ്. അതുകൊണ്ടാണ് ആൽഫിക്ക് പറ്റാത്തത്. ഇവരൊക്കെ പിന്നെയും സഹിക്കും, ഇവന് തീരെ പറ്റില്ല. എന്താണ് ആൽഫി ഇത്? നോക്കിക്കോട്ടാ ഇനിയിപ്പോൾ ഇതിനെ കുത്താൻ നിൽക്കണം റോക്കി കണ്ട. ഇവൻ പിന്നെയും ക്ഷമിക്കും, നമ്മൾ പറഞ്ഞു കേൾക്കും. പക്ഷെ ആൽഫി അങ്ങനെയല്ല, അവന് പറ്റില്ല. പോട്ടെ ആൽഫി പോട്ടെ കേട്ടാ, കുത്തുകൊണ്ടാ. ഇവർക്ക് പിന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ആടെ ജാക്കിയോടാ നീയല്ലേ പോ ജാക്കിയോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ വെളിയിലേക്ക് ഇനി പോകാൻ പോവുകയാണ്. ഓക്കെ, ഇത് റോക്കി ഉണ്ട്. സുൽത്താനെ നമ്മൾ കെട്ടാൻ പോവുകയാണ്. റോക്കി എങ്ങനെയാണ് ഡോഗ്സിനെ വെളിയിൽ കൊണ്ടുപോകുമ്പോൾ ആൾ വേലിയായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ഓക്കെ, പുറത്ത് പോവാ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സിറ്റ് അവന് വെയ്യ, അവിടെ പോയി കിടക്കണം. നമുക്ക് സിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ വെയ്യ കൊണ്ട് കിടക്കണ്ട. പുറത്ത് റോക്കി സിറ്റ് ബോയ്. നമ്മൾ ഇവിടെ ഇരുത്തിയതിന് ശേഷം നമ്മളൊരു സ്റ്റേ കമാൻഡ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വെളിയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്റ്റേ എന്ന് പറഞ്ഞ ഒരു കമാൻഡ്, അത് നമ്മൾ പറയാം. ഓക്കെ സ്റ്റേ. എന്നിട്ട് നമ്മൾ ഇവനെ കൊണ്ടുപോകാം. അതിനുശേഷം നമ്മൾ അവനെ വിളിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. ഓക്കെ,
വേറെ കയറൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവൻ ഒപ്പം നടത്തണം. ഓക്കെ ഓക്കെ ഹീൽ heel, boy, heel, good boy, sit, stay. അപ്പോൾ അടുത്തേക്കോ. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടും ഹീൽ കമാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുക. വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ്, നായികൾ വേറെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവരെന്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അങ്ങോട്ട് പോകും, അതിനെ പിടിക്കാനോട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലീഷിട്ട് ചെയ്യുക, 3-4 വട്ടം ലീഷിട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുക. ഇവരിനെ നമ്മൾ ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുന്നത്. ഡോളെ ആൽഫി പക്ഷെ വിളിച്ചാൽ പെട്ടെന്ന് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഹീൽ കമാൻഡ് യൂസ് ചെയ്തിട്ട് നടക്കുന്നത്. ലീഷോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഹീൽ കമാൻഡ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ മുമ്പത്തെ വീഡിയോ നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാനിപ്പോൾ മുകളിൽ ഞാൻ കാണിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കോളെ. ഞാൻ ഇപ്പോൾ സ്റ്റേ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനിപ്പോൾ പോവുകയാണ്. ഓക്കെ ഓക്കെ പോവാ. ഹീൽ ആൽഫി ഡോളി വാ. Boy, Rocky, bah, boy, okay, good boy. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, എന്നാലാണ് ഉഷാറുണ്ടാവുള്ളൂ. നമ്മുടെ ഐശു ഉണ്ടോ വിളിക്കണം. ബോയ് ബോയ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന കേസുകളും. ആൽഫിനെ കാണാനല്ലോ. ഡോളി ഡോളിടോ ആൽഫിയോടെ കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ വേറെ ഡോഗ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അവർ അലഞ്ഞു തിരിഞ്ഞ് പോകും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഹീൽ കമാൻഡ് യൂസ് ചെയ്യുന്നത്. നോക്കിയതാലോ ആൽഫി അവിടെ നിന്ന് വരുന്നു, കണ്ടില്ലേ? അവിടെ നിന്നോ ഏതോ കാട്ടിൻ്റെ ഒന്നും എണീച്ച് വരുന്നു കുരുത്തങ്കട സാധനം. നോക്ക് അതിൻ്റെ വാലിലൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്ക്, എന്താണിത്? എവിടെ പോയതാണ് ഞാൻ? അപ്പോൾ ഇതാണ് ഹീൽ കമാൻഡിൻ്റെ യൂസ്. നമ്മൾ വെളിയിൽ പോകുമ്പോഴും അല്ലെങ്കിലും നമ്മുടെ ഒപ്പം നടക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഹീൽ കമാൻഡ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. വേറെ എന്തെങ്കിലും വീഡിയോസുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.